വി അൻവറിനെ തിരിച്ചടിയുടെ ദിവസങ്ങളാണ് കടന്നുപോയത്. സാധാരണ തിരിച്ചടിയല്ല, വമ്പൻ തിരിച്ചടി. എന്താണ് വി അൻവറിന്റെ ഏറ്റവും വലിയ ആഗ്രഹം? UDFന്റെ ഘടകകക്ഷിയാകുക എന്നാണ്. ആദ്യം അദ്ദേഹം കേരളത്തിൽ തന്നെ രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ച് UDFന്റെ ഘടകകക്ഷിയാക്കാനാണ് ശ്രമിച്ചത്. അത് നടക്കില്ല എന്ന് ബോധ്യപ്പെട്ടപ്പോഴാണ് തൃണമൂൽ കോൺഗ്രസിൽ ചേർന്ന് തൃണമൂൽ കോൺഗ്രസിനെ UDFന്റെ ഘടകകക്ഷിയാക്കാം എന്ന് തീരുമാനിച്ചത്. മുസ്ലിം ലീഗ് വഴിയാണ് എല്ലാ ശ്രമങ്ങളും. ആദ്യം മുതൽ തന്നെ മുസ്ലിം ലീഗിനെ കയ്യിലെടുത്ത് മുസ്ലിം ലീഗ് വഴി UDFൽ സമ്മർദ്ദം ചെലുത്തി, കോൺഗ്രസിൽ സമ്മർദ്ദം ചെലുത്തി UDFൽ എത്തണം. അതിനുള്ള ശ്രമങ്ങളാണ് വി അൻവർ ഇതുവരെയും നടത്തിക്കൊണ്ടിരുന്നത്. ഒറ്റയ്ക്ക് UDFന്റെ ഭാഗമാകാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കിയപ്പോഴാണ് TMCയെ കേരളത്തിലേക്ക് കൊണ്ടുവന്നത്. അങ്ങനെ TMC നേതാക്കളെ അടക്കം കേരളത്തിൽ കൊണ്ടുവന്ന് എനിക്ക് TMCയിൽ വലിയ സ്വാധീനമാണ് എന്നൊക്കെ തെളിയിക്കാൻ ശ്രമങ്ങളൊക്കെ നടത്തി. എന്നിട്ടും കോൺഗ്രസ് നേതാക്കളുടെ മനസ്സലിയുന്നില്ല. UDFന്റെ വാതിൽ വി അൻവറിന് വേണ്ടി TMCക്ക് വേണ്ടി തുറക്കുന്നില്ല. കോൺഗ്രസ് ഇപ്പോൾ തീരുമാനമെടുത്തു കഴിഞ്ഞു. തീരുമാനം മറ്റൊന്നുമല്ല, വി അൻവറിനെ TMCയെ UDFന്റെ ഘടകകക്ഷിയാക്കേണ്ടതില്ല. ആവശ്യമാണെങ്കിൽ പ്രാദേശിക സഹകരണമാകാം. ആ സഹകരണം തീരുമാനിക്കേണ്ടത് DCC ആണ്, മലപ്പുറം DCC ആണ്. മലപ്പുറം DCCക്ക് ആവശ്യമാണെങ്കിൽ വി അൻവറുമായി സംസാരിച്ച് ഒരു പ്രാദേശിക ധാരണയിലെത്താം. ഇതാണ് കോൺഗ്രസിന്റെ തീരുമാനം. അതല്ലെങ്കിൽ മുസ്ലിം ലീഗ് ചേർന്നോട്ടെ, മുസ്ലിം ലീഗിന്റെ ഭാഗമായിക്കോട്ടെ, അതിൽ കോൺഗ്രസിന് എതിർപ്പില്ല. കോൺഗ്രസ് UDF എന്ന നിലയിൽ വി അൻവറുമായുള്ള സഹകരണം പ്രാദേശിക തലത്തിൽ മാത്രം മതി. TMCയെ വി അൻവറിനെ UDFന്റെ ഘടകകക്ഷിയാക്കേണ്ടതില്ല എന്ന തീരുമാനം എടുത്തു കഴിഞ്ഞു കോൺഗ്രസ്. ദില്ലിയിൽ നടന്ന യോഗമുണ്ടായിരുന്ന കഴിഞ്ഞ ദിവസം. അതിനിടയിലാണ് ഇത്തരമൊരു തീരുമാനത്തിലേക്ക് കോൺഗ്രസ് നേതാക്കൾ എത്തിയത്. മുസ്ലിം ലീഗാകട്ടെ നേരത്തെ സമ്മർദ്ദം ചെലുത്തുന്നുണ്ട് കോൺഗ്രസ് നേതാക്കളിൽ. പക്ഷേ കോൺഗ്രസ് നേതാക്കൾ വഴങ്ങിയതേയില്ല. പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞത് ഉചിതമായ സമയത്ത് ഉചിതമായ തീരുമാനമെടുക്കും എന്നാണ്. ആ തീരുമാനം ഇപ്പോഴും അതുപോലെ നിൽക്കുകയാണ്, ഒരു മാറ്റവും വരുത്തിയിട്ടില്ല. അങ്ങനെ ഇരിക്കെയാണ് പുതിയ തീരുമാനം വന്നിരിക്കുന്നത്. കോൺഗ്രസ് തീരുമാനിച്ചിരിക്കുന്നു വി അൻവറിനെ UDFന്റെ ഘടകകക്ഷിയാക്കേണ്ടതില്ല, പ്രാദേശിക സഹകരണം മാത്രം മതി എന്ന്. വി അൻവറിനെ സംബന്ധിച്ച് ഏറ്റവും വലിയ തിരിച്ചടിയാണ്. അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു UDFന്റെ ഘടകകക്ഷിയാകണമെന്നത്. അതിന് പിറകിൽ നേരത്തെ പറഞ്ഞതുപോലെ ചില ലക്ഷ്യങ്ങളുണ്ട്. UDFന്റെ ഘടകകക്ഷിയാകുക, മത്സരിക്കുക, ജയിക്കുക, ജയിച്ചു കഴിഞ്ഞാൽ UDF എങ്ങാനും അധികാരത്തിൽ വന്നാൽ ഘടകകക്ഷി നേതാക്കൾക്ക് മന്ത്രിസ്ഥാനം കൊടുക്കും. അങ്ങനെ കേരളത്തിൽ മന്ത്രിയാകാം. ഇതായിരുന്നു വി അൻവറിന്റെ സ്വപ്നം. പക്ഷേ കോൺഗ്രസ് നേതാക്കളാണ്, പയറ്റി തെളിഞ്ഞ നേതാക്കളാണ്. അവർക്ക് വി അൻവർ വാല് പൊക്കുമ്പോൾ അറിയാം എന്തിനാ വേണ്ടിയിട്ടാണ് എന്ന്. അതല്ലെങ്കിൽ വി അൻവർ മരത്തിൽ കാണുമ്പോൾ കോൺഗ്രസ് നേതാക്കൾ മാനത്ത് കണ്ടിരിക്കുന്നു എന്താണ് വി അൻവറുടെ മനസ്സിലിരിപ്പ് എന്ന്. 20 മന്ത്രിമാരേ ഉള്ളൂ, അതിനപ്പുറത്തേക്ക് പോകാൻ കഴിയില്ല. എങ്ങാനും ജയിച്ചാൽ 20 മന്ത്രിമാർക്ക് വേണ്ടി തന്നെ കോൺഗ്രസിലും UDFലും തമ്മിലടിയായിരിക്കും. അങ്ങനെ വരുമ്പോൾ പുതിയ തലവേദനയെടുത്ത് തലയിൽ വെക്കേണ്ട കാര്യമുണ്ടോ എന്നാകും UDF നേതാക്കൾ ഇപ്പോൾ ചർച്ച ചെയ്ത് എന്നാണ് കോൺഗ്രസ് നേതാക്കൾ ചിന്തിച്ചത്. അതിന്റെ ഫലമായിട്ടാണ് അത്തരമൊരു പൊല്ലാപ്പ് ഒന്നും ഏറ്റെടുക്കേണ്ട കാര്യമില്ല. അതുമാത്രമല്ല, വി അൻവർ എന്നത് ഒരു PC ജോർജ് ആകാൻ സാധ്യതയുണ്ട്. PC ജോർജിന്റെ ജൈവ സ്വഭാവം അതുപോലെ പ്രവർത്തിക്കുന്നുണ്ട് വി അൻവറിൽ. അതുകൊണ്ട് വി അൻവറിനെ അങ്ങനെ വിശ്വസിക്കാൻ കഴിയില്ല. PC ജോർജ് എന്തൊക്കെ ദ്രോഹങ്ങളാണോ UDFന് ഉണ്ടാക്കിയത് അതൊക്കെ വി അൻവറിൽ നിന്നും പ്രതീക്ഷിക്കാം എന്നും കണക്ക് കൂട്ടുന്നുണ്ട് കോൺഗ്രസ് നേതാക്കൾ. അതുകൊണ്ട് തന്നെയാണ് പ്രാദേശിക സഹകരണം മതി, UDFന്റെ ഘടകകക്ഷിയാക്കേണ്ടതില്ല TMCയെയും വി അൻവറിനെയും എന്ന ഉറച്ച തീരുമാനത്തിൽ കോൺഗ്രസ് എത്തിയത്. ഇനി ലീഗ് ഇടപെട്ട് തീരുമാനം മാറ്റിക്കാൻ കഴിയുമോ? സാധ്യത വളരെ വളരെ കുറവാണ്. തീരുമാനം എടുക്കുന്നതിന് മുമ്പേ ആണെങ്കിൽ മുസ്ലിം ലീഗ് ഇടപെട്ടാൽ ചിലപ്പോൾ സംഭവിച്ചേക്കാം, ചിലപ്പോൾ നടന്നേക്കാം. എന്നാൽ കോൺഗ്രസ് തീരുമാനം എടുത്തു കഴിഞ്ഞു. ഇനി മുസ്ലിം ലീഗ് ഇടപെട്ടിട്ടും കാര്യമുണ്ടാകില്ല. കാരണം VD സതീശൻ തന്നെയാണ്. VD സതീശൻ ഒരിക്കലും വി അൻവറിനെ കോൺഗ്രസിന്റെ ഭാഗമാക്കാനോ UDFന്റെ ഭാഗമാക്കാനോ തയ്യാറാകില്ല. അത്രയ്ക്കും ഗുരുതരമായ ആരോപണമാണ് VD സതീശനെതിരെ ഉന്നയിച്ചത് വി അൻവർ. അത്ര പെട്ടെന്നൊന്നും അക്കാര്യങ്ങൾ മറക്കുന്ന ആളല്ല VD സതീശൻ. അദ്ദേഹം അത് മനസ്സിൽ കൊണ്ട് നടക്കും. അങ്ങനെ കൊണ്ട് നടന്നതിന്റെ ഫലം തന്നെയാണ് വി അൻവർ ഇപ്പോൾ പുറത്തു നിൽക്കുന്നത്. KPCC പ്രസിഡന്റിനെ എങ്ങനെയെങ്കിലും വി അൻവറിനെ കോൺഗ്രസിലേക്ക് കൊണ്ടുവരാൻ താല്പര്യമുണ്ട്. കാരണം പഴയ സഹപ്രവർത്തകനാണ്. എന്നാൽ അതും അടഞ്ഞിരിക്കുന്നു. ഈ തീരുമാനത്തോടുകൂടി വി അൻവർ UDFന്റെ പടിക്ക് പുറത്ത് തന്നെയാണ്. വമ്പിച്ച തിരിച്ചടിയാണ് വി അൻവറിന് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്.